മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ADGP അജിത് കുമാർ. പൂരം കലക്കിക്കൊടുത്തതും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്തതുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ സഹായവും സംരക്ഷണം നൽകുകയും ഒക്കെ ചെയ്ത ആളാണ് അജിത് കുമാർ. എന്നാൽ അജിത് കുമാറിനെ DGP ആക്കാൻ കഴിയുന്നത്ര നോക്കിയിട്ടും പിണറായിക്ക് കഴിഞ്ഞില്ല. അതിനു പകരം പിണറായി തന്റെ DGP ആയി നിയമിച്ചത് കൂത്തുപറമ്പിലെ തന്റെ സ്വന്തം സഖാക്കളെ വെടിവെച്ചു കൊന്ന റവാഡ ചന്ദ്രശേഖരൻ എന്ന IPS-കാരനെയാണ്. BJP-യുമായുള്ള കരാറിന്റെ ഭാഗമാണ് റവാഡയെ നിയമിച്ചതെന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവർ പറഞ്ഞതാണ്. പക്ഷേ CPM-കാർക്ക് അതിഷ്ടമായിരുന്നു. ഇപ്പോൾ ഇത് പറയാൻ കാരണം മുഖ്യന്റെ വിശ്വസ്തനായ അജിത് കുമാർ ADGP-ക്ക് DGP റവാഡ ചന്ദ്രശേഖരൻ തന്നെ പണി കൊടുത്തിരിക്കുകയാണ്. അതായത് ശബരിമലയിലെ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ശുപാർശ ചെയ്തിരിക്കുകയാണ് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും എത്ര ശ്രമിച്ചിട്ടും പാവം ഡ്രൈവർമാരെ ബലിയാടാക്കാൻ നോക്കിയിട്ടും നടന്നില്ല. കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് DGP. ADGP അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പോലീസ് മേധാവി റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. നടപടി സ്വീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതാകും നല്ലതെന്നും അതിൽ കുറഞ്ഞൊന്നും ഇല്ല എന്നുമുള്ള വ്യക്തമായ ഉത്തരമാണ് DGP നൽകിയിരിക്കുന്നത്. ADGP അജിത് കുമാർ ചെയ്തത് നിയമലംഘനവും അതൊരു തോന്നിയാസവുമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച പരാതിയിൽ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു. മുഖ്യന്റെ വിശ്വസ്തൻ നടത്തിയ നിയമലംഘനമായതുകൊണ്ട് അത് വളച്ചൊടിക്കാനായിരുന്നു പോലീസിന്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ട്രാക്ടറിന്റെ ഡ്രൈവറെ മാത്രം പ്രതി ചേർത്ത് പമ്പ പോലീസ് കേസെടുത്തിരുന്നു. അത് വലിയ വിവാദമായതിനു പിന്നാലെയാണ് അജിത് കുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്ത് പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും അതുപോലെ തന്നെ തിരിച്ചുമാണ് ADGP അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇത് പാടില്ലെന്നിരിക്കെ കാലിന് വേദനയായതിനാലാണ് ട്രാക്ടറിൽ സഞ്ചരിച്ചത് എന്നായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം. അതായത് പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി വിധി. ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിൽ ഉണ്ടാകാൻ പാടില്ലെന്നും 12 വർഷം മുമ്പ് പുറപ്പെടുവിച്ച വിധിയിൽ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. ഈ നിരോധനം വകവയ്ക്കാതെ ഹൈക്കോടതിക്ക് പുല്ലുവില നൽകിയാണ് അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയത്. വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനവും ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷമാണ് മുഖ്യന്റെ വിശ്വസ്തനെ പൂട്ടിക്കിടാൻ DGP തന്നെ തീരുമാനിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള DGP-യുടെ ഒരു താക്കീത് കൂടിയാണെന്ന് പറയേണ്ടി വരും.